ഇന്ത്യയുടെ മിന്നലാക്രമണം ഭയന്ന് പേടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ അതവർക്ക് കനത്ത തിരിച്ചടിയാകും നൽകുക. ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഭീകരവാദ ക്യാമ്പുകളെല്ലാം അവർ ഒഴിപ്പിക്കുകയാണ്. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയതോടെ ആകെ ഭയപ്പാടിലാണ് പാകിസ്ഥാൻ. ഇരുഭാഗങ്ങളിൽ നിന്നുമായി ഇന്ത്യയും ഇറാനും തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ മാഞ്ഞു പോകും. ജമ്മു കാശ്മീരിൽ 50 ജവാന്മാർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ പ്രതികാരമായി ഇന്ത്യ മിന്നലാക്രമണം നടത്തും എന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഭീകരവാദ ക്യാമ്പുകൾ ഒഴിപ്പിക്കുന്നത്. ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും സൈനികരുടെ ജീവത്യാഗം വെറുതെയാകില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കിയിട്ടുണ്ട്. തിരിച്ചടിക്കായി സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നാകാം ക്യാമ്പുകൾ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതുകൂടാതെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധത്തിൽ വിള്ളൽ വീണ സാഹചര്യത്തിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യൻ വ്യോമസേന ശക്തി പ്രകടനം നടത്തിയിരുന്നു. വായുശക്തി എന്ന പേരിലായിരുന്നു വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം നടന്നത്. ആക്രമണത്തിന് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളും എല്ലാ ശ്രേണിയിലുംപ്പെട്ട യുദ്ധവിമാനങ്ങളും പാക് അതിർത്തിയിലെ ശക്തി പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു. തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു പൊഖ്രാനിലെ അഭ്യാസ പ്രകടനം. US-13 മിറാഷ് 2000, ജാഗ്വാർ, MiG-20, MiG-27, MiG-29, AL-78, ഹെർക്കുലിസ്, AN-32 തുടങ്ങിയ വിമാനങ്ങളാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത്. ഏതു നിമിഷം വേണമെങ്കിലും ശത്രുവിന് മേൽ കനത്ത പ്രഹരം ഏൽപ്പിക്കാൻ തക്ക കരുത്ത് വ്യോമസേനയ്ക്കുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ആ പ്രകടനം. അതേസമയം പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിന്റെ മൊസാദിന്റെയും അമേരിക്കയുടെ CIA-യുടെയും സഹകരണം ഇന്ത്യ ഉറപ്പാക്കിയിട്ടുണ്ട്. അവരുടെ സഹായത്തോടെ ഭീകരവാദ താവളങ്ങൾ ഇന്ത്യ രഹസ്യാന്വേഷണ ഏജൻസിയായ കണ്ടുപിടിച്ചെന്നാണ് സൂചനകൾ. എപ്പോൾ എങ്ങനെ ആക്രമണം നടത്തണമെന്നത് 3 സേനാ മേധാവികളും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചേർന്ന് തീരുമാനിക്കും. വിപ്ലവ സേനയ്ക്കെതിരായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയതോടെ ഇരുഭാഗങ്ങളിൽ നിന്നുമായി ഇന്ത്യയും ഇറാനും തിരിച്ചടിച്ചാൽ പാകിസ്ഥാൻ വെറും ഓർമ്മയായി മാറും. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷ എന്ന ഭീകര സംഘടന നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ 27 സൈനികർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തിയിരുന്നത്. സൈനികരുടെ സംസ്കാര ചടങ്ങിലാണ് IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് അലി ജഫാരി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന് തെക്കുകിഴക്കൻ മേഖലയിൽ ബലൂച്ച് വിഘടനവാദികളും ഇറാൻ സേനയും നിരന്തരമായി ഏറ്റുമുട്ടൽ നടത്തിയിരുന്ന പ്രദേശത്തായിരുന്നു ഭീകരരുടെ ആക്രമണം. ആക്രമണത്തിന് 27 സൈനികർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം നടത്തിയവർക്കെതിരെ പാകിസ്ഥാൻ നടപടിയെടുത്തില്ല എങ്കിൽ ഇറാൻ അത് നടപ്പിലാക്കുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫ് മുഹമ്മദ് അലി ജഫാരി പറഞ്ഞിരുന്നു. അതേസമയം പാകിസ്ഥാൻ ഇന്ത്യയിലെ പുൽവാമയിൽ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയും വ്യക്തമാക്കി. ആക്രമണം നടത്തിയ ഭീകരരെ എവിടെ ഒളിപ്പിച്ചാലും ശിക്ഷ അനുഭവിക്കുമെന്ന ശക്തമായ ഭാഷയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അമേരിക്ക ഉൾപ്പെടെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്നു. പുൽവാമ ചാവേറാക്രമണത്തെ തുടർന്ന് സൗദി കിരീടാവകാശി സൽമാൻ രാജാവിന്റെ പാക് സന്ദർശനം മാറ്റിവെച്ചു. ഇന്ത്യയും ഇറാനും ഒരേ സ്വരത്തിൽ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയാൽ പാകിസ്ഥാന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന കാര്യവും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.